ബ്രീത്തിങ് ഓഫ് ഗോഡ്. എന്നിൽ വസിക്കുന്ന ഇത്ര മഹത്തായ ശക്തിയെ എന്തെങ്കിലും ഞാൻ സ്നേഹിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മശക്തിയോട് എന്തെങ്കിലും ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിനോട് ഞാൻ ഇപ്പോഴും മുഖം തിരിച്ചാണോ നിൽക്കുന്നത്? ആ ആത്മശക്തി, എന്നിലുള്ള ആത്മശക്തിയോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ ഇരിക്കേണ്ടത്? ആ ശക്തിയുടെ മഹത്വത്തെക്കുറിച്ച് പരിശുദ്ധ ബൈബിളിൽ എസെക്കിയേൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തതും പ്രവാചകൻ ചെയ്തതുമായ കാര്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു. അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു. അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, അങ്ങേക്ക് അറിയാമല്ലോ. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക. വരണ്ട അസ്ഥികളെ, കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കും, മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി, ഒരു കിരൂര ശബ്ദം. വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ തമ്മിൽ ചേർന്നു. ഞാൻ നോക്കിയപ്പോൾ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു. ചർമ്മം അവയെ പൊതിഞ്ഞിരുന്നു, എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്രാൻ ജീവശ്വാസത്തോട് പ്രവചിക്കുക. മനുഷ്യപുത്രാൻ ജീവശ്വാസത്തോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജീവശ്വാസമേ, നീ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക. അവർക്ക് ജീവനുണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു. അവർ ജീവൻ പ്രാപിച്ചു. വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മശക്തി തന്നെയാണ്. ആ ആത്മശക്തിയോടുകൂടി നാം എന്ത് പറഞ്ഞാലും എന്ത് പ്രവചിച്ചാലും അത് അതേപോലെ നടക്കും. കാരണം ദൈവാത്മാവിൻ്റെ ശക്തിയാലാണ് നാം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പൂർണ്ണമായ ദൈവാത്മാവിൻ്റെ ശക്തിയിലേക്ക് നാം മടങ്ങി വരണം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മടങ്ങി വന്ന് എന്നിൽ വസിക്കുന്ന ആ പരിശുദ്ധൻ്റെ ആത്മാവിനോട് നമ്മുടെ ആത്മാവും കൂടെ ചേർന്ന് നിന്ന് അവിടുത്തെ പാടി മഹത്വപ്പെടുത്തുമ്പോൾ, അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ സകല ദുഃഖങ്ങളും സകല കണ്ണുനീരും സകല വേദനകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമെന്ന് പരിശുദ്ധ ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അവിടുത്തെ വചനത്തിൻ്റെ ശക്തി നമുക്കറിയാമല്ലോ. എല്ലാവർക്കും നന്ദി. ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.